ആ മസ്കന്റെ വീട്ടിലൊരു യന്ത്രമനുഷ്യൻ വന്നിട്ടുണ്ടോലും ഓനെ നോക്കാനാ ഓൻ ചായ വെക്കും, ചോറ് വെക്കും, തുണി നനക്കും, നിലം തുടക്കും, കടയിൽ കിടന്ന തീട്ടുമൂത്രം വരും. കൈയോണ്ട് വാരിച്ച് വായിൽ വെച്ച് കൊടുക്കും. മൂത്രല്ല ഒരു ചോറും കൂട്ടാൻ. ഇതൊന്നും നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തിന് ചേർന്നല്ല കേട്ടോ. അല്ല മുരളിയേട്ടാ, ഇത് തുണി തയ്ക്കുവാ. തുണി തയ്ക്കായിരിക്കും, പക്ഷെ അങ്ങനെ കുടുക്കാൻ പറ്റും. മനസ്സിലെ വായിക്കുന്ന കേട്ട്. ആ നമുക്കൊന്നും കടലാസില്ലെന്ന് മര്യാദക്ക് വായിക്കാൻ പറ്റുന്നില്ല. ആണോ? ആണെന്നെ ആൻഡ്രൂർ കുഞ്ഞപ്പൻ അപ്പാണെന്നെ. പഴയ പോലെ ആക്കരുതട്ടെ, എന്നാ ഫോക്കസ് ചെയ്യണം കേട്ടോ. പറഞ്ഞ സാറേ, കണ്ണൂരിന് ദിവസമായിരുന്നേ. റോബോട്ടിനെ കുറിച്ച് കേട്ട് വന്നായിരുന്നു. റോബർട്ട് റോബോട്ട് നല്ല പ്രായമുണ്ടല്ലോ. ഇതല്ല, ഇത് മാമനാ. റോബോട്ട് വേറെ. സാറേ, കണ്ണൂർ വിഷയമായിരുന്നേ. റോബോട്ടിനെ കൊണ്ട് കേട്ടിട്ട് വന്നായിരുന്നു. ആരാണ് സാർ ഇതിനെ കൊണ്ടുവന്ന്? മോനെ ഒന്ന് കാണാൻ പറ്റുമോ സാർ? അവൻ ഒരു ജപ്പാനിലാണ്. ഇതാണോ സാർ? കട്ട്. ഇത് മാഫിയ ചേച്ചി. മിസ്റ്റർ ഭാസ്കരൻ. ആ ഇതാ റോബർട്ട്. കോൾ ഫ്രം സുബ്രഹ്മണ്യൻ. അച്ഛാ, എന്നിട്ട് അവിടെ വിശേഷം? ആ ഇത് തന്നെ വിശേഷം. സ്വൈരം പോയി. ഹലോ സാർ, താങ്കൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അച്ഛനെ കുറച്ച് സ്വൈരം കൊടുക്കണം. തിരക്കുണ്ടാക്കി ബുദ്ധിമുട്ടാക്കരുത് പ്ലീസ്. ഇപ്പൊ തന്നെ എല്ലാവരും ഒന്ന് പോയി തരൂ. Let them do their job, സുബ്രഹ്മണ്യൻ. പബ്ലിക്ക് പുரியணும்ல நம்ம മാർക്കറ്റിൽ இருக்குது. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബാബു. എങ്ങനെ മനസ്സിലായി? ബാബു കുഴമൽ വീട്ടിൽ മ്യൂച്വൽ ഫണ്ട്സ് ഇല്ല. സ്വയം തൊഴിൽ. സൗത്ത് LP സ്കൂളിൽ പഠനം. സ്വന്തം സ്ഥലം രാമന്തളി. താമസിക്കുന്നത് മഹാദേവ ഗ്രാമം. ജനനം 12th of March 1978. 235. സുഹൃത്തുക്കൾ കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ഭക്തൻ. സിനിമയിലും സ്പോർട്സിലും താല്പര്യം. മോഹൻലാലിനെയും രജനീകാന്തിനെയും ശ്വേതാ മേനോനെയും ഇഷ്ടം. 12th of October 2016. അതിരപ്പള്ളി 14th of October 2017. ഊട്ടി ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ്. നാളെ മുതൽ പത്രം വേണ്ട. പത്രം വേണ്ടെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. എന്റെ അച്ഛനെ വേണമെന്ന് പറഞ്ഞു. പത്രം വേണ്ടാണ്ട്